ഇന്ന് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത് വെളുപ്പിന് 5 മണിക്കാണ്. അരമണിക്കൂറോണ്ട് ഞാൻ കുളിച്ച് റെഡിയായി ഇനുവിനോടും അശ്വതിനോടും ടാറ്റയും പറഞ്ഞ് താഴെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ ക്യാബ് ഡ്രൈവർ ചേട്ടൻ ഓൾറെഡി വെയിറ്റിംഗ് ആയിരുന്നു. ഇന്നത്തെ ഒരു ഒഫീഷ്യൽ ട്രിപ്പാണ് ഹൈദരാബാദിലേക്ക്. സംഭവം ഞാൻ ഇതുവരെ ഹൈദരാബാദ് പോയിട്ടില്ല, പക്ഷേ ഇതിലും ഭേദം പോയിട്ടില്ല എന്ന് പറയുന്നത് തന്നെയായിരിക്കും. ഞാൻ ഒറ്റയ്ക്കല്ല ട്രാവൽ ചെയ്യുന്നത്, എൻ്റെ കൊളീഗും കൂടെയുണ്ട്. ചുറ്റിക്കറങ്ങി നടന്ന് ഗേറ്റിലെത്താൻ നല്ല ലേറ്റായി. കുറേ തവണ കോളുകളും വന്നിട്ടുണ്ടായിരുന്നു. അവസാനത്തെ പാസഞ്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ ബോർഡ് ചെയ്തത്. ഫ്ലൈറ്റിലെ ഏറ്റവും അവസാനത്തെ സീറ്റ് ആയതുകൊണ്ട് ഏറ്റവും ആദ്യം തന്നെ എത്തേണ്ട ആളുകളായിരുന്നു നമ്മൾ. ബാംഗ്ലൂർ ടു ഹൈദരാബാദ് വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്ലൈറ്റാണ്. 40 മിനിറ്റ് എടുക്കുകയുള്ളൂ എത്താനായിട്ട്. ഹൈദരാബാദ് ലാൻഡ് ചെയ്ത ഉടൻ തന്നെ നമ്മൾക്ക് അസൈൻ ചെയ്ത ക്യാബ് ഡ്രൈവർ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്. കുറച്ച് പോസ്റ്റൊക്കെ തന്നെങ്കിലും സമയം കളയാതെ നേരെ നമ്മുടെ ഹൈദരാബാദിലുള്ള ഓഫീസിലേക്ക്. ഉച്ചയോടുകൂടി ഇവിടുത്തെ പണിയൊക്കെ തീർക്കണം, അതായിരുന്നു പ്ലാൻ. പക്ഷെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകിട്ട് 3 മണിയായി. ആദ്യമായിട്ട് ഹൈദരാബാദ് വന്നായതുകൊണ്ട് എന്നെ മിനിമം ഒരു ചാർമിനാറെങ്കിലും കാണിക്കണം എന്ന് എൻ്റെ കൊളീഗ്. ബാംഗ്ലൂർ പെട്ടെന്ന് തിരിച്ചെത്തേണ്ടതുകൊണ്ട് റിട്ടേൺ ഫ്ലൈറ്റ് ഇന്ന് തന്നെയാണ്. അതുകൊണ്ട് പോകുന്ന വഴിക്കുള്ള റെസ്റ്റ് ബാറിൽ കയറി ലൈം ജ്യൂസും ഹൈദരാബാദി ബിരിയാണിയും കഴിച്ച് നേരെ എയർപോർട്ടിലേക്ക്. രാവിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് നല്ല ഉറക്കക്ഷീണമുണ്ട്. പോരാത്തതിന് നമ്മുടെ ഫ്ലൈറ്റ് 3 മണിക്കൂർ ലേറ്റും. ഒരു വിധത്തിൽ സമയമൊക്കെ കളഞ്ഞ് തള്ളി നീക്കി ഉറങ്ങി തൂങ്ങി നമ്മൾ അവസാനം ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. പാസഞ്ചേഴ്സ് എല്ലാവരും തന്നെ നല്ല കലിപ്പിലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും തണുപ്പിക്കാൻ ഫ്രീ സ്നാക്സ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് ഇത് കഴിച്ചത്. അങ്ങനെ തലേ ദിവസം വെളുപ്പിന് എഴുന്നേറ്റ് ഹൈദരാബാദ് പോയ ഞാൻ തിരിച്ച് ബാംഗ്ലൂർ വീട്ടിൽ എത്തിയപ്പോൾ പിറ്റേ ദിവസം വെളുപ്പിന് 4 മണി.